ശരിക്കും സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. പണ്ടൊക്കെ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ TV ഷോസൊക്കെ ആളുകൾ കാണുന്നത് പോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ്. അപ്പം ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും അതിനൊരു പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള രണ്ട് രീതികളുണ്ടാവാം അല്ലേ? ഞാനത് ഒരുപാട് അനുഭവിക്കുന്ന ആളാണ്, അറിയാമല്ലോ. ചോദിക്കാവുന്നത് അല്ല, ആദ്യം എനിക്ക് നമ്മുടെ ഈ ഏറ്റവും പുതിയ ആൽബം റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് നല്ല കമൻസ് അല്ലേ വന്നു? നല്ലത് വന്നു, പബ്ലിക്കലി അല്ലാതെ. പക്ഷെ എന്നെ വിളിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് പറയാമോ? അതായത് നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് പാട്ടിനെ കുറിച്ചൊന്നുമല്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ. നെഗറ്റീവ് കമൻസ് വരുന്നത് എപ്പോഴും ഡ്രസ്സിങ്ങും നമ്മുടെ സ്റ്റൈൽ ഓഫ് അതാണ് എപ്പോഴും. അങ്ങനെ ഈ സോങ്ങിനും കമൻറ്റ് വന്നു. അതായത് കുറച്ചൊന്ന് നമ്മൾ എന്താണ് മൂവ്മെൻറ്റ്സ് കുറച്ച് കൂടിപ്പോയി. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഇരുന്നിട്ടല്ലേ പാടണേ, അങ്ങനെ മൂവ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാവത്തിലൊക്കെ മൂവ് ചെയ്ത് ഒരു അങ്ങനെയാണ് പറഞ്ഞ ഒരു ഗേൾ ഇങ്ങനെ ആടിയിട്ടൊക്കെ നിന്ന് പാടുന്നത് എങ്ങനെയാണ് സൂഫി ആവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുണ്ട്, ഇപ്പം നൂറാൻ സിസ്റ്റേഴ്സ് അവർ പാടുമ്പോൾ ആ ഒരു എക്സ്റ്റസി കാരണമാണ്. ഇപ്പോൾ പലരും പറയാനുണ്ട് അവർ കാണിക്കുന്നത് ഷോ കാണിക്കുകയാണെന്നൊക്കെ പറയാൻ. ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. കാര്യം അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ പാടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു എക്സ്റ്റസിയുടെ പുറത്ത് അതാണ് ഈ സ്പിരിച്വാലിറ്റി ഒരു എക്സ്റ്റസി എന്ന് പറയുന്നത് തന്നെ. ആ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് നമ്മൾ പാടി എത്തുമ്പോൾ നമ്മളൊന്നും അറിയില്ലല്ലോ. നമ്മൾ തന്നെ നമ്മളെ മറന്നിട്ടാണ് പാടുന്നത്. അപ്പം നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്താ ചെയ്യുന്നത്. അതാണ് അവർ അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നത്. കുറേ മതാചാരങ്ങളുണ്ട്, അതിലെല്ലാം ഈ ഒരു അവസ്ഥയുണ്ടല്ലോ. പറഞ്ഞു അതിലേക്ക് അങ്ങ് പോകുന്ന അത് എന്താണ് തെറ്റ്? അത് ഇപ്പം റിഫായി ഷെയ്ഖിൻ്റെ, അതായത് ഇപ്പോൾ ഈ കുത്തറാത്തീബ് എന്ന് പറയും, ശരീരം മുറിക്കുക സ്വന്തമായിട്ടിങ്ങനെ എക്സ്റ്റസി വന്നിട്ടത് പണ്ട് ചെയ്തിരുന്നത്. പക്ഷെ അത് ശരിക്കുമുള്ള രീതിയിലാണ്. ഇപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മേ ബി കുറേയൊക്കെ ഒരു ബിസിനസ്സിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരം മുറിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്റ്റസി ഉണ്ട്. നമ്മൾ മറന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ഒന്ന് ആ ഒരു എക്സ്റ്റസിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാ അല്ലേ? ഉറപ്പായും. അപ്പോൾ നല്ല ഓർമ്മയുണ്ട്, എനിക്കൊന്ന് കഴിഞ്ഞ പെരുന്നാൾ സമയത്താണ് ഷബ്നത്തിൻ്റെ ഒരു വീഡിയോ അതെ വന്നപ്പോൾ ഇതേപോലെ നബിദിനത്തിൻ്റെ അന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർട്ടുമായി ബന്ധമില്ലാത്ത കമൻറ്റുകളാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അത് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ആരെയും നമുക്ക് ആകെ ബോധ്യപ്പെടുത്താനുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തുള്ള അള്ളാഹുവിനറിയാം ഞാൻ എന്താണെന്നുള്ളതും ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു എക്സ്റ്റസിയുടെ പുറത്ത്. നമുക്കങ്ങനെ പറ്റില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടൊരു പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്യാനോ അങ്ങനെ പൊതുവേ ഡാൻസ് ചെയ്യാറേ ഇല്ലാത്ത ആളാണ് ഞാൻ. എന്നോട് പലരും പറയാറുണ്ട് ഈ പാട്ട് പാടുമ്പോൾ മൂവ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു സൂഫി സംഗീതം എന്നൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇപ്പം ഖവാലീസ് പാടുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ. ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു മൂവ്മെൻറ്റ് സ്ഥിരം ഉള്ളതാണ്. അപ്പം അത് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതാണ്. നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കച്ചേരി പാടുമ്പോൾ അതൊരു ഭയങ്കര കോമഡിയാണ് കേട്ടോ. കോളേജിൽ കച്ചേരി വന്നപ്പോൾ ഞാൻ ഇതുപോലെ കച്ചേരി പാടി. അപ്പോൾ അത് കച്ചേരിക്ക് ആടിക്കൂടാ. ഇപ്പോൾ ഒരു സരസ്വതി സ്തുതി കീർത്തനം പാടുമ്പോൾ ആടാൻ പാടില്ല. അങ്ങനെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ സരസ്വതി സ്തുതി പാടുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഞാൻ ഈ വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, എക്സ്റ്റസി. ആ ഒരു ഉന്മാദാവസ്ഥ വരുന്നത് കൊണ്ടാണ്. ആ ഒരു ഡിവോഷൻ്റെ ഉന്മാദാവസ്ഥ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതാണത്. ഈ പറയുന്നതൊക്കെ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഇറ്റ്സ് നോട്ട് യൂണിവേഴ്സൽ, ജനറൽ അല്ല ഇത്. പിന്നെ കുറേ ഉണ്ടല്ലോ മുടി ഇങ്ങനെ വേണം എന്നല്ല നമ്മൾ പറയുന്നത്. അതെ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു മുടി കിടക്കുന്നത് വരെ എനിക്ക് കമൻസ് ഒരുപാട് വരാറുണ്ട്. മെസ്സഞ്ചറിലൊക്കെ ഡയറക്റ്റ് മെസ്സേജസ് ഒരുപാട് വരാറുണ്ട്. അതും കൂടെ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആരെയാണിത് ബോധ്യപ്പെടുത്തേണ്ടത്? ഒരു ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ പിന്നെ ഒരു ഡ്രസ്സ് ചെയ്ത് കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് ഇന്ന ആളായി, അല്ലെങ്കിൽ ഇപ്പം കുറേ ഫേക്ക് സൂഫീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഇങ്ങനെ ഈ സൂഫികൾക്ക് ഇന്ന ഡ്രസ്സ്, ഇപ്പം നമ്മൾ ബുദ്ധിജീവികൾക്ക് ഇന്ന ഡ്രസ്സ് എന്ന് പറയില്ലേ, അതുപോലെ
ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ ഇന്ന ആളാവും, അങ്ങനെ അല്ലല്ലോ. ഒരു ഡ്രസ്സ് അങ്ങനെ എങ്ങനെ നടന്നാലും നമ്മളുടെ ഉള്ളിലല്ലേ നമ്മൾ ആ ഒരു വ്യക്തിത്വം ഉള്ളത്. അപ്പം അത് ഇപ്പോൾ ഈ സൂഫി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് ആണ്, കണക്ഷൻ, അത് മാത്രം മതി.